അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനി ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്യേ തുണയെങ്കിൽ പറയാമൽപ്പം. സർവമനുഷ്യർക്കു വന്ന സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു പാരം. ചിന്തവെന്തോ കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുക്കൽ പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു
തുടങ്ങി ദുഃഖം. എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര. പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര. ആദമാദി നരവർഗം ഭീതി കൂടാതെ പിഴച്ചു. ഹേതുവദീനുത്തരം നീ ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ. ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയോ മുന്നമേ നീ മരിച്ചോ പുത്ര. വാർത്ത മുമ്പേ അറിയിച്ചു യാത്ര നീ എന്നോടു ചൊല്ലി ഗാത്രദത്തം മാനുഷർക്ക് കൊടുത്തോ പുത്ര. മാനുഷർക്കു നിൻ പിതാവു മനോഗുണം നൽകുവാനായി മനോസാധ്യമപേക്ഷിച്ചു കേണിതോ പുത്ര.
യഹോവേ യഹോവേ എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ആപത്തിൽ നീ എനിക്കഭയമല്ലോ, ശത്രുവിനെതിരായ കോട്ടയും നീ. ആപത്തിൽ നീ എനിക്കഭയമല്ലോ, ശത്രുവിനെതിരായ കോട്ടയും നീ. സംരക്ഷയേകുന്ന പാറയും നീ, ആശ്വാസമരുളുന്ന പൂന്തന്നലും. യഹോവേ യഹോവേ എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. വസിച്ചിടും ഞാനങ്ങേ മന്ദിരത്തിൽ, സുരക്ഷിതമായി തവ സന്നിധി. വസിച്ചിടും ഞാനങ്ങേ മന്ദിരത്തിൽ, സുരക്ഷിതമായി തവ സന്നിധി. കാരുണ്യ സമ്പൂർണനങ്ങു മാത്രം, പ്രത്യാശയരുളുന്ന പൊന്തീപമേ. യഹോവേ യഹോവേ എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി, ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി. ആലയ വാതുക്കൽ വരുന്നു, കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ.
അന്യഭവനങ്ങൾ പിന്നിട്ട് നിന്നാലയ പടി തേടുന്നു. അന്യഭവനങ്ങൾ പിന്നിട്ട് നിന്നാലയ പടി തേടുന്നു. സ്നേഹത്തിൻ മോഹന ഗാനം പാടും. സ്നേഹത്തിൻ മോഹന ഗാനം പാടും. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. പാപക്കറ നീക്കി എന്നിൽ കരുണാമയൻ നീ വാണരുളണമേ. പാപക്കറ നീക്കി എന്നിൽ കരുണാമയൻ നീ വാണരുളണമേ. ശാന്തി തൻ പൂമഴ എന്നും ചൊരിയും. ശാന്തി തൻ പൂമഴ എന്നും ചൊരിയും. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി ആലയ വാതുക്കൽ വരുന്നു. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു
പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകയില്ലതെല്ലുമേ ശാന്തി അന്ത്യവേളയിൽ. കാമലോപകോപമോഹമൊക്കെ നീക്കി പോകുക. ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാ നിങ്ങളെന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും
മന്നിതിൽ നിന്നും. ശോകമോകഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. ശോകമോകഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. പരമസ്നേഹരൂപനേ കരുണ തൻ കടലേ. അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം. തവ പദം പുൽകാം. പരമസ്നേഹരൂപനേ കരുണ തൻ കടലേ. അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം. തവ പദം
എന്നെ ഉയർത്തിടും കുരിശതെന്നാലും പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും അരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. അരുണനൊളിവിൽ മായവേ ഇരുൾ പരക്കുമ്പോൾ പഥികനാം ഞാൻ ശിലയതിൽ മരുവിടുമ്പോഴും എനിക്കിനാവിലങ്ങു തൻ അരികിലണയും ഞാൻ, എനിക്കിനാവിലങ്ങു തൻ അരികിലണയും ഞാൻ, അരികിലണയും ഞാൻ. പരമസ്നേഹരൂപനേ കരുണതൻ കടലേ, അരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോ കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ. ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിതനായകനാ, ദൈവത്തിൻ തിരുമുഖമെന്നാളടിയൻ ദർശിപ്പൂ. ചോദിപ്പൂ പരിഹാസമുടെ എവിടെ നിൻ ദൈവം, രാപകലൻ മിഴിനീരല്ലോ എന്നുടെ ആഹാരം. നിറയും നിൻ മാനസമതിലെന്നോർമകൾ വിരിയുന്നു, ആമോദ പുളകമണിഞ്ഞ ജനതതിയെന്നൊരു നാൾ. ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും.
മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ.
ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. അനുതാപമൂറുന്ന ഹൃദയമോടെ അനുഗ്രഹം യാചിച്ചു ഞാൻ വരുന്നു. അനുവദിക്കൂ ദേവാ, അനുവദിക്കൂ. തിരുമുമ്പിൽ നിൽക്കാനൊരു നിമിഷം, തിരുമുമ്പിൽ നിൽക്കാനൊരു നിമിഷം. അനുതാപമൂറുന്ന ഹൃദയമോടെ ആയിരം അപരാധങ്ങൾ അങ്ങേ മറന്നു ഞാൻ ചെയ്തു പോയി. ആയിരം അപരാധങ്ങൾ അങ്ങേ മറന്നു ഞാൻ ചെയ്തു പോയി. ഇന്നു നിൻ തിരുമൊഴി കേട്ടുണർന്നു, കണ്ണീർ പൊഴിച്ചു ഞാൻ കരഞ്ഞു. കണ്ണീർ പൊഴിച്ചു ഞാൻ കരഞ്ഞു. അനുതാപമൂറുന്ന ഹൃദയമോടെ അനുഗ്രഹം യാചിച്ചു ഞാൻ വരുന്നു. അനുവദിക്കൂ ദേവാ, അനുവദിക്കൂ.
തിരുമുമ്പിൽ നിൽക്കാനൊരു നിമിഷം. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർദ്രനായി കേഴുന്നു പാപിയാൻ ഞാൻ. കർത്താവേ, ശബ്ദം കേൾക്കണമേ, അൻപോടും പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം ഓർത്തിരേണമേ, പാലിടേ. ഞങ്ങളുടെ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. ജീവിതാശ ആത്മാവിൻ പ്രത്യാശ ഇരവാകെ കാവൽക്കാൻ ജാഗ്രതേ പുലരി പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാനനിറവിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാന്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കരകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി. ജീവിതകാലം മുഴുവൻ പ്രകാശത്തിൻ്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളും നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. കാരുണ്യം തൂകുന്ന പാ
വിശ്വരിഞ്ഞോർക്കും ദൈവമേ നീ ശാശ്വത വിശ്രാന്തി നൽകണമേ. നിത്യമാം ശിക്ഷ വിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്തത് പ്രകാശത്തില വിശ്രമം കൊള്ളട്ടെ കർത്താവേ, ശബ്ദം കേൾക്കണമേ. അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തു നിന്ന് വിളിക്കാൻ തിരുവള്ളമായ അങ്ങയുടെ ദാസൻ ഫ്രാൻസിസിൻ്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്ത് സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കഴിയുന്നവർക്ക് ആശ്വാസമല്ലെന്ന് അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരീക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുളിനെ ജീവൻ്റെ പുലരിയായി മാറ്റുകയും ചെയ്തുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരോടൊത്ത് ഒത്തുചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. ആമേൻ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു എന്നതിൻ്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമേറിയ പദവി കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ചിഹ്നമായ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിടചൊല്ലിൻ്റെയും പ്രത്യേകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മ
ജന്മമല്ലോ നാം വെറും കൈയോടെ യാത്രയാകും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കൈയോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കൈയോടെ യാത്രയാകും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കൈയോടെ യാത്രയാകും.
വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ശാന്തിയരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ വേർപിരിഞ്ഞു പോയ പ്രിയ ശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ, ശവസംസ്കാര തിരുക്രമങ്ങളിൽ പങ്കെടുക്കുവാൻ നാം ഓരോരുത്തരും ഈ വിശുദ്ധമായ അൽത്താരയ്ക്ക് ചുറ്റുമായിരിക്കുമ്പോൾ ഈ പിതാവിനിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ ഭൂമിയിൽ ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ കടമകളും കർത്തവ്യങ്ങളും ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഉത്തരവാദിത്തത്തോടെ തൻ്റെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ കുടുംബജീവിതത്തിൽ നല്ലൊരു ഭർത്താവായി, നല്ലൊരു പിതാവായി, നല്ലൊരു മുത്തച്ഛനായി എല്ലാ മാതൃകകളും നൽകി തന്നെ ഏൽപ്പിച്ച എല്ലാ കടമകളും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് ഇന്ന് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണെന്ന് ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നു. ഈ പിതാവിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ, പ്രിയപ്പെട്ടവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. മാനുഷികമായ ബലഹീനതകൾ ചെയ്തു പോയ പാപക്കറകളൊക്കെ ക്ഷമിക്കണമേ എന്നും സ്വർഗത്തിൽ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ദൈവത്തെ അനവരതം വാഴ്ത്തിസ്തുതിക്കുവാനുള്ള കൃപ ഈ സഹോദരന്റെ ആത്മാവിന് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. സഹോദരങ്ങളെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ. ആകയാൽ നിത്യമായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉദാനം ചെയ്യുകയും ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പുത്രനിൽ നിദ്ര പ്രാപിച്ച അങ്ങേ ദാസൻ ഈ ദിവ്യരഹസ്യത്താൽ അവിടുന്ന് വഴി ഉദ്ധാനം ചെയ്ത് ആനന്ദിക്കുവാൻ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ദോഷങ്ങൾ കരുതരുത്. അവരുടെ മരണം പീഡനമായി നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായി അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യബുദ്ധിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ്. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണ്ണം പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈകോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പെടും. അവർ ജനതകളെ ധരിക്കും. രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ ഉന്നയിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം കേൾക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ പ്രസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധമല്ലോ. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയായി ആരാധിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രി ആളുകളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മാംസവും കൊണ്ടെന്ന പോലെ സമൃദ്ധി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദദാനമാകുകയും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ആരാധിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങയോട് ഒന്നിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്ത് കൈയിൽ എന്നെ താങ്ങി നിർത്തുന്നു. എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധതകളിൽ പതിക്കും. അവർ വാളിന് ഇരയാകും. അവർ കുരുന്നുകളിൽ ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും. തുണയുടെ വായ കടന്നു പോകും. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേക്കായി ആരാധിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാകും അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക.
എന്നിലും വിശ്വസിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കരുത് നിങ്ങൾ ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയായി? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. കഥനം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളും സ്നേഹിച്ചൊരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കൂ. കഥനം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളും സ്നേഹിച്ചൊരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കൂ. സഹോദരങ്ങളെ, നാം ഒന്നായി അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുമ്പോൾ അമ്മയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ ധനവിക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങേ പ്രിയ ദാസന്റെ രക്ഷയ്ക്കായി അങ്ങേ കാരുണ്യം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് ഈ കാഴ്ചദ്രവ്യങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാർദ്ദനായ രക്ഷകനാണെന്ന് നിസ്സംശയം ഏറ്റുപറഞ്ഞ ഇയാൾ കാരുണ്യവാനായ വിധികർത്താവായി അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു. അങ്ങേ അഭിഷ്ടത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു. അങ്ങേ ആജ്ഞയാൽ ഞങ്ങൾ രൂപപ്പെട്ട മണ്ണിൽ പാപത്തിന്റെ നിയമത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങേ പുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉദാന മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും കുണ്ടലവും. ഹോസാന 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 ഹോസാന. കർത്താവിൻ
ഹോസാന ഹോസാന കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച് അങ്ങയുടെ ദാസൻ അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇയാളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോട് വിശുദ്ധ യൗസേ പിതാവിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേ.
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും അനുഗ്രഹീതർ. കർത്താവേ, അവന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥ.
നാഥനേ തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ ശാശ്വതമാം എൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ. പ്രിയ സഹോദരി, ക്രിസ്തീയ മതപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെ ദാനമായ ദൈവത്തോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരൻ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയുടെ ഏർപ്പിച്ച വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തുള്ളട്ടെ. അവർ ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച പാപങ്ങൾക്ക് പ്രതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പ്രതിഭവനത്തിലേക്ക് നയിച്ച സ്നേഹിതയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സുഖരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ, തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം തവ സങ്കീർത്തന ഗാനം. യെരൂശലേമിൽ നേർച്ചകളഖിലം അർപ്പിതമാകും സതതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം, നാഥ കേട്ടരുളേണം. ശാന്തിയരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദര ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിനെയും
ക്രിസ്തുവിൽ ഞങ്ങൾക്ക് അവിശുദ്ധരമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയുള്ളണമേ. ഞങ്ങളും ഒരിക്കൽ സഹോദരത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. സൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. സ്വർഗ സൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്കതേ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും. നമ്മുടെ ഈ സഹോദരനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കാൻ തിരുവൻ മനസ്സായി. മരണ ശരീരത്തെ മരണത്തിൽ നിന്ന് നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന്
ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെ ശരീരങ്ങളെ അവിടെ നിന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജവുമായുമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടെ നിന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്ന് വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. എന്ന് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നല്ല ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിന്റെ ചുവടെഴുത്ത് കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളെ കണ്ണീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ സഹോദരന് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാനജലം കൊണ്ട് കഴുകുകയും തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുശരീരവും തിരക്കവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയത്തിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരൻ്റെ വേർപാട് ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെയും പോലെ ഭൂമിയിലും ആകണമേ. അതുവേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച ഈ സഹോദരൻ ചെയ്ത തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവെ, ഇയാൾക്ക് വിശ്രാന്തി നൽകണമേ. മനുഷ്യാത്മാവ് മറ്റുള്ള ആത്മാക്കളും കർത്താവിന്റെ മനോഹരത്തിൽ ചേരുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, ശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. മനുഷ്യ നീ വെറും മണ്ണ്. ജനിച്ചു വീഴാ രണ്ടടി മണ്ണ്, ജഡം വെച്ചു മൂടാനാറടി മണ്ണ്. ജനിച്ചു വീഴാൻ രണ്ടടി മണ്ണ്, ജഡം വെച്ചു മൂടാനാറടി മണ്ണ്. ഇതിനിടെ എന്തിന് പടവെട്ടി പിടിക്കുന്നു? പാതാളം ഭൂഗോളം ചന്ദ്രഗോളം, പാതാളം ഭൂഗോളം ചന്ദ്രഗോളം.
മനുഷ്യ നീ വെറും മണ്ണ്, മരിക്കല്ലേ നാളെ അടയണം കണ്ണ്. മനുഷ്യ നീ വെറും മണ്ണ്. ഇന്നു തുറക്കണം മനസ്സിൻ്റെ കണ്ണ്, അന്നു തുറക്കും നിനക്കായി വിണ്ണ്. ഇന്നു തുറക്കണം മനസ്സിൻ്റെ കണ്ണ്, അന്നു തുറക്കും നിനക്കായി വിണ്ണ്. വെടിയുക ഭോഗം വരിക്കുക ത്യാഗം, ഞൊടിയുടെ ചാടും മടിയിലെ മരണം. ഞൊടിയുടെ ചാടും മടിയിലെ മരണം. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. മനുഷ്യ നീ വെറും മണ്ണ്, മരിക്കല്ലേ നാളെ അടയണം കണ്ണ്. മനുഷ്യ നീ വെറും മണ്ണ്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നാം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ